തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ FCRA വീണ്ടും ചർച്ചയാവുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ കോഫി വിത്ത് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു എങ്കിൽ തന്നെയും അത് എത്ര കണ്ട് വിജയപ്രദമാകും എന്നുള്ള കാര്യത്തിൽ BJPക്കും സംശയങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നിർണായകം എന്ന് തന്നെയാണ് BJPയുടെ വിശ്വാസം. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലും പാലായിലുമൊക്കെ തന്നെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് BJP. പക്ഷേ FCRA ചർച്ച കടുത്തതോടുകൂടി തന്നെ ആ വിജയം എത്ര കണ്ട് ഫലപ്രദമാകും എന്ന കാര്യത്തിലാണ് സംശയം. കോട്ടയം ജില്ലയിലെ പാലായിലും ഒപ്പം പൂഞ്ഞാറിലും മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഈ വിഷയം ചർച്ചയായി മാറുന്നു. BJP പ്രതീക്ഷിക്കുന്ന വോട്ട് ശതമാനം വർദ്ധിപ്പിക്കൽ FCRAയിൽ തട്ടി തകർന്നു പോകുമോ എന്നുള്ള ചിന്തകളും ഉണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികകൾ വലിയ ചർച്ചയാക്കുന്നതിനൊപ്പം FCRAയും ചർച്ചയാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നീക്കവും തീരുമാനവും. വരും ദിവസങ്ങളിൽ അവരുടെ സ്ക്വാഡുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ FCRA വിഷയം കൂടി ചർച്ചയാകുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുക്കത്തുള്ള ഒരു മദ്രസയുടെ വിദേശ ധനസഹായം തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഹൈക്കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം അന്വേഷണവും വിവരങ്ങളും തേടി കേന്ദ്ര സർക്കാരിന് കത്ത് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വിദേശ ധനസഹായം തടഞ്ഞ നടപടികൾ ഉണ്ടെന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. മാത്രവുമല്ല, ഒരു ക്രിസ്ത്യ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദേശ ധനം സഹായിക്കുന്നതിൽ ചില എതിർപ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ആ സഭ ചില എതിർപ്പുകൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു. അതിൻ്റെ ശത്രുതയാണ് ഇത്തരത്തിൽ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള ലൈസൻസ് നൽകാത്തതെന്നും ആരോപണം ഉയരുകയാണ്. എന്തായാലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയും ഒപ്പം മറ്റുള്ള മന്ത്രിമാരുമൊക്കെ കേരളത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനാകട്ടെ FCRAയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൃത്യമായ മറുപടി നൽകി മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. കാരണം FCRA ഒരു വിഷയമല്ല. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ നൽകുന്നവർക്ക് പ്രശ്നങ്ങളുണ്ടാകില്ല. ഭേദഗതികൾ ഒരു കാരണവശാലും ഒരു സമുദായത്തിൻ്റെയും മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കില്ല. അവരുടെ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ BJP സംസ്ഥാന അധ്യക്ഷനും പറയുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന നേമത്തും ന്യൂനപക്ഷത്തിൻ്റെ ചെറിയൊരു പിന്തുണ അനിവാര്യമാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ BJPയുടെ കാര്യത്തിൽ FCRA തന്നെയാണ് ഒരു ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വികസന രാഷ്ട്രീയം ചർച്ചയാക്കുവാൻ LDFും UDFും സമയം കണ്ടെത്തുമ്പോഴും ചില മേഖലകൾ കേന്ദ്രീകരിച്ച് FCRAയും അവർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ചയായി FCRA മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CPIMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തീരുമാനം. കാരണം ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, ചില വിഭാഗങ്ങളുടെ അവരുടെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും CPIMൻ്റെ നേതാക്കന്മാരും പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ നിന്നുള്ള ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൈദികരുമൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സേവനം അനുഷ്ഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവരും ഇത്തരത്തിൽ വിദേശ ധനസഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ പോലും ഇത് കാര്യമായി ബാധിക്കാൻ ഇടയുണ്ട്. കാരണം അവിടുത്തെ സർക്കാരുകൾ സ്വീകരിക്കുന്ന നയം എന്താണോ അതിനെ ആശ്രയിച്ചായിരിക്കും ഇവർക്ക് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നതും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും FCRA കേരളത്തിൽ വലിയ ചർച്ചയാണ്. ആ ചൂട് തണുപ്പിക്കാൻ സംസ്ഥാനത്തെത്തുന്ന ഒട്ടുമിക്ക കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കന്മാരുമെല്ലാം തന്നെ അക്ഷീണം പ്രയത്നിക്കുന്നുമുണ്ട്.